ഷഡ്രസ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അനുപമ ഭട്ട്. എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളെ ആയുള്ളൂ. ഇത്രയും നാൾ ഞാൻ കൊങ്കണിയിലായിരുന്നു റെസിപ്പീസൊക്കെ ഇട്ടിരുന്നത്. ഇനി മുതൽ മലയാളത്തിലും കുറച്ച് റെസിപ്പീസ് ഇടാൻ പോകുന്നു. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ചാനലിൽ എല്ലാം പ്യൂർ വെജിറ്റേറിയൻ റെസിപ്പീസാണ്. ഇന്ന് ഒരു നാടൻ അച്ചാർ നോക്കാം നമുക്ക്. ഇതാണ് ഇലുമ്പം പുളി. നമ്മുടെ നാട്ടിലൊക്കെ ഇതിന് ബിംബുളി എന്നാണ് പറയുന്നത്. അപ്പം ഇതിൻ്റെ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്ത ഒരു അച്ചാർ ഉണ്ടാക്കി നോക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് കിച്ചണിൽ കയറി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇതിനെന്തൊക്കെയാണ് വേണ്ടുന്നതൊക്കെ നോക്കാം. ഈ അച്ചാർ ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം ഉപ്പ് വെള്ളം തിളപ്പിച്ചെടുക്കണം. അതിനളവിന് ആവശ്യമായ ഉപ്പും അതിലേക്കുള്ള വെള്ളവും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഇതിൻ്റെ കറക്റ്റ് അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഞാനിപ്പോൾ അളവിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാൻ പോവാണ്. ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ അച്ചാറിൻ്റെ ലൈഫ് കൂട്ടാനാണ്. അച്ചാർ കുറേ ദിവസം കേടുകൂടാതെ ഇരിക്കും. അതുപോലെ ഇതിൽ ഉപയോഗിക്കുന്ന എല്ലാ പാത്രങ്ങളാവട്ടെ എന്തായാലും അത് നന്നായിട്ട് വെയിലത്ത് ഉണക്കിയിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഉപ്പ് വെള്ളം നന്നായിട്ട് തിളച്ചു. ഇപ്പോൾ ഇത് നമുക്ക് താഴെ ഇറക്കി വെക്കാം. എന്നിട്ട് നമുക്ക് ഇലുമ്പം പുളി പോയി കൊണ്ടുവരാം. ഞാനിത് ഇറക്കി വെച്ചു. ഇത് ആറട്ടെ. ഇലുമ്പം പുളി എപ്പോഴും നല്ല പിഞ്ച് ഉള്ളത് സെലക്ട് ചെയ്തെടുക്കണം. മൂത്ത ഇലുമ്പം പുളി ഇട്ടാൽ 2 ദിവസത്തിനകം സോഫ്റ്റായിട്ട് അച്ചാറിൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെടും. ഈ പിഞ്ചാണെങ്കിൽ ഒരു 3-4 ദിവസം വരെ ക്രഞ്ചി ആയിട്ടിരിക്കും. ഇതത് കൊണ്ടുവന്ന് ഇപ്പോൾ ഞാനെല്ലാം തുടച്ച് ക്ലീനാക്കി 2 കഷ്ണങ്ങളായി മുറിച്ച് തിളപ്പിച്ചാറിയ ഈ ഉപ്പ് വെള്ളത്തിലിട്ട് വെക്കുകയാണ്. ഇതൊരു 2 മണിക്കൂർ ഇങ്ങനെ കിടക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് മുളക് അളന്നെടുക്കാം. മുളക് എപ്പോഴും അച്ചാറിന് അളന്നെടുക്കുമ്പോൾ കപ്പിൽ അമർത്തി വേണം അളന്നെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഞാൻ 1/2 കപ്പാണ് ഞാൻ ഉപ്പെടുത്തത്. അതുകൊണ്ട് 1.5 കപ്പ് അമർത്തി അളന്നെടുത്ത നാടൻ മുളക്, പിന്നെ ഒരു 8-10 പിരിയൽ മുളക്, അത് കളറ് വരാൻ വേണ്ടിയിട്ട് രണ്ടും കൂടി ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കുക. എന്നിട്ട് ഒരു പിടി കടുക്, ആവശ്യത്തിന് നല്ല ക്വാളിറ്റിയുള്ള കായം. ഈ കായമാണ് ഈ അച്ചാറിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കായത്തിൻ്റെ മണം നന്നായിട്ട് വന്നാലേ അച്ചാറിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇത് രണ്ടും കൂടി ഒന്നുകൂടെ പൊടിച്ചെടുത്തു. ഇനിയിപ്പം നമുക്ക് ഈ ഇലുമ്പം പുളിയിൽ ഉള്ള ഉപ്പ് വെള്ളമില്ലേ, അത് മെല്ലെ ഊറ്റിയെടുത്ത് കുറച്ച് ചേർത്തിട്ട് നന്നായിട്ട് ഈ അച്ചാറൊന്ന് അരച്ചെടുക്കാം. കുറച്ച് ചേർത്തു, ഒന്ന് അരച്ചെടുക്കാം. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇനിയും കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം. ഏതെങ്കിലും കാരണവശാൽ ഉപ്പുവെള്ളം കുറഞ്ഞു പോയെന്നുണ്ടെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളവും ഉപയോഗിക്കാം. ഇനിയിപ്പം ബാക്കിയുള്ള ഉപ്പുവെള്ളം മുഴുവനും ഞാൻ ഊറ്റിയെടുത്തു. ഇത് നമുക്ക് അരച്ച മസാല ഈ ഇലുമ്പം പുളിയിൽ ചേർത്തിട്ട് ആ മിക്സിയിലെ ബാക്കിയുള്ള മസാല കഴുകിയെടുക്കാൻ ആ വെള്ളം നമുക്ക് ഉപയോഗിക്കാം. ഇതെല്ലാം അരപ്പെടുത്തു. നല്ല കളറല്ല അച്ചാർ കാണുമ്പം. ഇനിയിപ്പം നമുക്ക് ആ വെള്ളം ചേർത്തിട്ട് മുഴുവനും കഴുകി അച്ചാറിൻ്റെ കൺസിസ്റ്റൻസി ശരിയാക്കിയെടുക്കാം. മതിയായില്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. കണ്ടോ, അച്ചാറിൻ്റെ കളറ് മണമാണെങ്കിൽ ഇവിടെ നിൽക്കാൻ പോയ അത്രയ്ക്ക് നല്ല മണമാണ്. ഇതിൽ നമ്മൾ ഒരു തുള്ളി എണ്ണയോ ഒന്നും ചേർത്തിട്ടില്ല. നല്ല ഹെൽത്തിയാണ് ഇത് കഞ്ഞിക്കോ ഇഡ്ലിക്കോ ഏതിനും സൈഡായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇതുപോലെയുള്ള ഹെൽത്തി സിമ്പിൾ റെസിപ്പിക്ക് എൻ്റെ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാവർക്കും നന്ദി.